ഹല്ലേലൂയ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വീണ്ടും നിങ്ങളുടെ മുമ്പിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായി കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം എന്നെ സഹായിച്ചതോർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ നന്ദി പറയുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് ഒരു കാരാഗൃഹ പ്രമാണി എങ്ങനെയാണ് മാനസാന്തരപ്പെട്ടത് എന്നാണ് പറയാൻ പോകുന്നത്. ആരിലൂടെയാണ് മാനസാന്തരപ്പെടാൻ നിമിത്തമായത്, എങ്ങനെയാണ് യഥാർത്ഥ രക്ഷ കണ്ടത്, രക്ഷ എങ്ങനെയാണ് അറിഞ്ഞത്. അപ്പോൾ അത് പറയുന്നതിന് മുമ്പേ അപ്പോസ്തല പ്രവൃത്തി 16:16 നമുക്ക് വായിക്കാം. ഹല്ലേലൂയ. ഞങ്ങൾ പ്രാർത്ഥനാ സ്ഥലത്തേക്ക് പോകുമ്പോൾ വെളിച്ചപ്പാടത്തിയായി ലക്ഷണം പറഞ്ഞ് യജമാനന്മാർക്ക് ധാരാളം ആദായം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു അടിമ പെൺകുട്ടി ഞങ്ങളെ കണ്ടുമുട്ടി. എപ്പോഴും ശീലാസും പൗലോസും പ്രാർത്ഥനാ സ്ഥലത്ത് പോയി പ്രാർത്ഥിക്കുമ്പോൾ ഒരു അടിമ പെൺകുട്ടി അവളുടെ ജോലി ലക്ഷണം പറയുന്നു, മുഖം നോക്കി ലക്ഷണം പറഞ്ഞ് കാശുണ്ടാക്കി ഈ കാശുകൾ യജമാനന്മാർക്ക് കൊണ്ടു കൊടുക്കുന്നതാണ് ഇവരുടെ പരിപാടി. അതുകൊണ്ട് അവൾ ഈ ശീലാസും പൗലോസും പ്രാർത്ഥനാ സ്ഥലത്ത് പോകുമ്പോൾ ഈ അടിമ പെൺകുട്ടി, ലക്ഷണം പറയുന്ന അടിമ പെൺകുട്ടി വന്ന് പറയും, ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാരാകുന്നു, രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നവർ തന്നെ എന്ന് വിളിച്ചു പറയും. ഇവളുടെ ശരീരത്തിലുള്ളത് ഒരു ഭൂതമായിരുന്നു, ഒരു ആത്മാവാണ്. ദൈവത്തിൻ്റെ ആത്മാവല്ല, ഭൂതത്തിൻ്റെ ആത്മാവാണ്. അപ്പോൾ ഇതെപ്പോഴും പറയും, ഇവർ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാരാകുന്നു, രക്ഷാമാർഗം അറിയിക്കുവാൻ വന്നവരാകുന്നു. ഇതെപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ശീലാസിനും പൗലോസിനും അതൊരു അസഹ്യമായി, അതൊരു ബുദ്ധിമുട്ടായി. ആ ബുദ്ധിമുട്ടായപ്പോൾ പൗലോസ് തിരിഞ്ഞു നിന്ന് അവളോട് പറയുന്നൊരു വാക്കാണ്, ഇങ്ങനെ അവർ വളരെ നാളുകൾ പോയി വന്നു. ഇത് അസഹ്യമായപ്പോൾ പൗലോസ് അവൾക്ക് നേരെ തിരിഞ്ഞു അവളിലുള്ള ഭൂതത്തെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അവളോട് വിട്ടുപോകാൻ ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ആ സമയത്ത് തന്നെ അത് അവളെ വിട്ടുപോയി. ആ ലക്ഷണം പറയുന്ന ആ അടിമ പെൺകുട്ടിയുടെ മുഖം നോക്കി പൗലോസ് പറഞ്ഞു, പൗലോസിലുള്ള ആത്മാവ് സത്യത്തിൻ്റെ ആത്മാവാണ്, പരിശുദ്ധ ആത്മാവാണ്, യേശുക്രിസ്തുവിൻ്റെ ആത്മാവാണ്. അതുകൊണ്ട് പൗലോസ് തിരിഞ്ഞ് അവളിലൂടെ അടിമ പെൺകുട്ടിയിലുള്ള ഭൂതത്തെ നോക്കി പറഞ്ഞു, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു ഭൂതം വിട്ടു പോകണമെന്ന്. ആ നിമിഷം തന്നെ അവളുടെ ശരീരത്തിലെ ഭൂതം വിട്ടുപോയി. അപ്പോൾ അവിടുത്തെ യജമാനന്മാർക്ക് പിന്നീട് ഇവൾക്ക് ലക്ഷണം പറഞ്ഞിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റുന്നില്ല, അവർക്ക് ലാഭമില്ലാണ്ടായി. ഓരോ ദിവസങ്ങൾ കഴിയുന്തോറും അവർക്ക് കിട്ടുന്ന വരുമാനങ്ങൾ കുറഞ്ഞു വന്നതുകൊണ്ട് ഇവരെന്താ ചെയ്തത്, കാരാഗൃഹത്തിൽ അവിടുത്തെ വേണ്ടപ്പെട്ട ആൾക്കാരോട് പറഞ്ഞ് ഇവരിലൂടെയാണ് ഇപ്പം ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നൊക്കെ പറഞ്ഞ സമയത്ത് ഇവർ രണ്ടുപേരെ കാരാഗൃഹത്തിൽ അടയ്ക്കുവാൻ അവിടുത്തെ പ്രമാണികൾ അങ്ങ് പറഞ്ഞു. ഹല്ലേലൂയ. ധാരാളം ജനക്കൂട്ടം അവർക്കെതിരെ ഇളകി അധിപതികൾ അവരുടെ വസ്ത്രം പറിച്ചുരിഞ്ഞു വടികൊണ്ട് അവരെ അടിക്കുവാൻ കൽപ്പിച്ചു. അവരെ ധാരാളം അടിപ്പിച്ച ശേഷം തടവിലാക്കി. കാരാഗൃഹ പ്രമാണിയോട് അവരെ ശ്രദ്ധയോടെ കാക്കുവാൻ കൽപ്പിച്ചു. അവിടെ വേണ്ടപ്പെട്ട ആൾക്കാർ ഇവരെ അടിച്ചു, വസ്ത്രങ്ങൾ വലിച്ചു കീറി. എന്നിട്ട് അവിടുത്തെ പ്രമാണികളോട് പറഞ്ഞ് ഇവരെ കാരാഗൃഹത്തിലേക്ക് അടച്ചു പൂട്ടണമെന്ന് പറഞ്ഞു. അവർ അതുപോലെ അങ്ങനെ ചെയ്തു. അവൻ ഇങ്ങനെയുള്ള കൽപ്പന കിട്ടുകയാൽ അവരെ അകത്തെ തടവിലാക്കി അവരുടെ കാലുകൾ ആമത്തിലിട്ട് പൂട്ടി. അവരുടെ കാലുകൾ ആ തടങ്കലിൽ ശീലാസിൻ്റെയും പൗലോസിൻ്റെ കാലുകൾ ആമത്തിലിട്ട് പൂട്ടി, ചങ്ങല കൊണ്ട് കെട്ടിയിട്ട്. ഹല്ലേലൂയ. അർദ്ധരാത്രിയിൽ പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു. ആ കാരാഗൃഹത്തിൽ ആ ഇരുട്ടിൽ അവരെ ചങ്ങല കൊണ്ട് കെട്ടിവെച്ചപ്പോഴും അവർ അവിടെ നിലവിളിച്ചില്ല, കരഞ്ഞില്ല. അർദ്ധരാത്രിയിൽ അവർ എന്തു ചെയ്തു? ശീലാസും പൗലോസും കരങ്ങളടിച്ച് കർത്താവിനെ പുകഴ്ത്തി പാടി അവിടെ ഓരോ ദിവസങ്ങൾ കഴിയുന്തോറും ദൈവത്തെ അവർ പാടി സ്തുതിച്ചു. തടവുകാർ അവരെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. ഇവർ ചെയ്യുന്നത് എന്താണ്? ഒരു കാരാഗൃഹത്തിലിട്ടിട്ടും അവരുടെ മനസ്സിലൊരു വേദനയുമില്ല. അവർ ആരാധിക്കുന്ന ദൈവത്തെ കരങ്ങളടിച്ച് പാട്ടുകൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതാണ് അവിടുത്തെ കാരാഗൃഹ പ്രമാണികൾ കാണുന്നത്. ഹല്ലേലൂയ. പെട്ടെന്നൊരു വലിയ ഭൂകമ്പമുണ്ടായി. കാരാഗൃഹത്തിൻ്റെ അടിസ്ഥാനം കുലുങ്ങി, വാതിലൊക്കെയും തുറന്നുപോയി, എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു. ഇവിടെ കാരാഗൃഹത്തിൽ ഒരുപാട് ജനങ്ങൾ ഉണ്ടായിരുന്നു.
അവരാരും പാടി പ്രാർത്ഥിച്ചിട്ടില്ല. എല്ലാവരുടെയും കൈകളും കാലുകളെല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ശീലാസും പൗലോസും ദൈവത്തിൻ്റെ മക്കളാണ്. ഇവർ രണ്ടുപേരും അവിടെ പാടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൻ്റെ മഹത്വം ആ കാരാഗൃഹത്തിലിറങ്ങി. ആ തടവറയിൽ ഇറങ്ങിയപ്പോൾ ശീലാസിൻ്റെ പൗലോസിൻ്റെ ചങ്ങല മാത്രമല്ല അഴിഞ്ഞത്, അവിടെ ഉണ്ടായിരുന്ന സകലരുടെ ചങ്ങലകളും അഴിഞ്ഞു മാറി. ഹല്ലേലൂയ. ഇതുപോലെ തന്നെയാണ് ദൈവത്തെ പാടി പ്രാർത്ഥിക്കുന്ന ഒരു ദൈവത്തിൻ്റെ പൈതൽ ഒരു ദേശത്തുണ്ടെങ്കിൽ അവർ അർദ്ധരാത്രി ശീലാസും പൗലോസും പ്രാർത്ഥിച്ചതുപോലെ ദൈവത്തെ പാടി മഹത്വപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ മുഖാന്തരം ആ ദേശത്തൊരു ഉണർവുണ്ടാകും. ആ ദേശത്ത് കെട്ടിവെച്ച കെട്ടുകൾ അഴിഞ്ഞു പോകും. ഹല്ലേലൂയ. ഇവിടെ അതാണ് പറയുന്നത്. പെട്ടെന്നൊരു വലിയ ഭൂകമ്പമുണ്ടായി. കാരാഗൃഹത്തിൻ്റെ അടിസ്ഥാനം കുലുങ്ങി. ഇവരുടെ പ്രാർത്ഥന, അതിശക്തമായ പ്രാർത്ഥന, ദൈവത്തെ മഹത്വപ്പെടുത്തി പാടുമ്പോൾ ആ കാരാഗൃഹത്തിൻ്റെ അടിസ്ഥാനത്തെ മൂലക്കല്ല് വരെ കുലുങ്ങിപ്പോയി. ഹല്ലേലൂയ. കുലുങ്ങി. വാതിലൊക്കെയും തുറന്നു പോയി. എല്ലാവരുടെയും ചങ്ങലകൾ വീണു. കണ്ട, വാതിലുകളെല്ലാം ദൈവത്തിൻ്റെ മഹത്വം അവിടെ ഇറങ്ങി. ഇവർ ദൈവത്തെ പാടി സ്തുതിച്ചപ്പോൾ ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങിയപ്പോൾ വാതിലുകളെല്ലാം അറിയാതെ അങ്ങ് തുറന്നു പോയി. ആ കാരാഗൃഹത്തിൽ കിടക്കുന്ന സകല ആളുകളുടെ ചങ്ങലകളും കയ്യിൽ തനിയെ അഴിഞ്ഞു പോയി. ഹല്ലേലൂയ. ഇതാണ് ദൈവത്തിൻ്റെ ഒരു മഹത്വം അവിടെ ഇറങ്ങിയത്. കാരാഗൃഹ പ്രമാണി ഉറക്കമുണർന്ന് കാരാഗൃഹത്തിൻ്റെ വാതിലുകൾ തുറന്നിരിക്കുന്നത് കണ്ടിട്ട് തടവുകാർ ഓടിപ്പോയി കളഞ്ഞുവെന്ന് ഊഹിച്ചു. അവൻ വാളൂരി ആത്മഹത്യ ചെയ്യുവാൻ തുനിഞ്ഞു. കാരാഗൃഹ പ്രമാണിയോട് പറഞ്ഞു, ഇവിടെ കാവൽ നിൽക്കാനാണ് അവരോട് പറഞ്ഞത് അല്ലേ, ഇവരെ കാത്തു പരിപാലിക്കണം, കാവൽ നിൽക്കണം. കാരാഗൃഹ പ്രമാണി പെട്ടെന്ന് ഉറക്കമുണർന്ന് നോക്കുമ്പോൾ കാരാഗൃഹത്തിൻ്റെ വാതിലുകളെല്ലാം തുറന്നു കിടക്കുകയെന്നെ. ഇവർ ഓടിപ്പോയി കളഞ്ഞു, ഇവർ രക്ഷപ്പെട്ടു എന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് കാരാഗൃഹ പ്രമാണി എന്താ ചെയ്ത, വാളൂരി കാരാഗൃഹ പ്രമാണി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. അപ്പോൾ പൗലോസ്, നിനക്കൊരു ദോഷം ചെയ്യരുത്, നിങ്ങളൊരു ദോഷം ചെയ്യരുത്, ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടല്ലോ, ഒരാൾ പോലും പോയിട്ടില്ല, ഈ കാരാഗൃഹത്തിൽ അടച്ചിട്ട എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്, നിങ്ങൾ മരിക്കരുതെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടല്ലോ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. അവൻ വെളിച്ചം ചോദിച്ചുകൊണ്ട് അകത്തേക്ക് ഓടിക്കയറി വിറച്ചുകൊണ്ട് പൗലോസിൻ്റെ ശീലാസിൻ്റെ മുമ്പിൽ നിന്നു. ഇവിടെ ഇരുട്ടാണ്, കാരാഗൃഹത്തിൽ ഇരുട്ടാണ്, പക്ഷെ വെളിച്ചം ചോദിച്ചു. വെളിച്ചം ആരുടെ അടുക്കലുണ്ട്? ശീലാസിൻ്റെയും പൗലോസിൻ്റെ അടുക്കൽ യേശുവാകുന്ന വെളിച്ചമുള്ളത്. വെളിച്ചം അന്വേഷിച്ച് ഓടിപ്പോയി ശീലാസിൻ്റെ പൗലോസിൻ്റെ കാൽക്കൽ അങ്ങ് വീഴേന്നേ. ഹല്ലേലൂയ. അവൻ വെളിച്ചം ചോദിച്ചുകൊണ്ട് അകത്തേക്ക് ഓടിക്കയറി വിറച്ചുകൊണ്ട് പൗലോസിൻ്റെ ശീലാസിൻ്റെ മുമ്പിൽ വീണു. അവരെ പുറത്തു കൊണ്ടുവന്ന്, യജമാനന്മാരെ, രക്ഷ പ്രാപിക്കുവാൻ ഞാൻ എന്തു ചെയ്യണമെന്ന് ചോദിച്ചു. കണ്ട, കാരാഗൃഹ പ്രമാണി തടവിലാകപ്പെട്ട ശീലാസിനോട് പൗലോസിനോട് ചോദിക്കുന്നൊരു ചോദ്യം. അവൻ്റെ കാൽക്കൽ വീണ്. ഇതുവരെ ഈ കാരാഗൃഹ പ്രമാണി ഇരുട്ട് മാത്രമേ കണ്ടത്, വെളിച്ചം കണ്ടിട്ടില്ല. ഓടി വെളിച്ചത്തെ അന്വേഷിച്ചപ്പോൾ വെളിച്ചം ആരുടെ അടുക്കലുണ്ട്? ശീലാസിൻ്റെയും പൗലോസിൻ്റെ അടുക്കലുണ്ട്. ഉടനെ അവരുടെ കാലിൽ വീണിട്ട് പറയുന്നത്, യജമാനന്മാരെ, കണ്ട, വിളിക്കുന്ന വിളി നോക്കണം. അവരെ ശീലാസിനെയും പൗലോസിനെയും കള്ളന്മാരെ പോലെ ചങ്ങലക്കിട്ടതായിരുന്നു. പക്ഷേ വിളിക്കുന്ന വിളി, യജമാനന്മാരെ, രക്ഷ പ്രാപിക്കുവാൻ ഞാൻ എന്തു ചെയ്യണം എന്ന് ചോദിച്ചു. അവരോട് ചോദിക്കുന്നത്, രക്ഷ എന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ്, വെളിച്ചം എന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ്, സ്നേഹമെന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ്. യഥാർത്ഥ വെളിച്ചം ശീലാസിലും പൗലോസിൻ്റെ അടുക്കലുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ കാൽക്കൽ വീണിട്ട് പറയാം, യജമാനന്മാരെ, രക്ഷ പ്രാപിക്കണമെങ്കിൽ, ഞാൻ ഈ രക്ഷയിലേക്ക് കടന്നു വരണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറയുന്നത്, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. ആരാണ്? കർത്താവായ യേശു. ഞാൻ തന്നെ വഴിയും, ഞാൻ തന്നെ സത്യവും, ഞാൻ തന്നെ ജീവനും. അങ്ങനെ രക്ഷ പ്രാപിക്കുവാൻ നിങ്ങൾ കർത്താവായ യേശുവിലേക്ക് തിരിയുക. യേശുവിൻ്റെ അടുക്കൽ വരുവാണെങ്കിൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് പൗലോസ് അവിടെ കാരാഗൃഹ പ്രമാണിയോട് പറഞ്ഞപ്പോൾ കാരാഗൃഹ പ്രമാണിയെല്ലാം മാനസാന്തരപ്പെട്ട് യേശുവിലേക്ക് തിരിഞ്ഞു. ഹല്ലേലൂയ.
കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കും എന്നവർ പറഞ്ഞു. പിന്നെ അവർ കർത്താവിൻ്റെ വചനം അവനോടും അവൻ്റെ ഭവനത്തിലുള്ള എല്ലാവരോടും പ്രസംഗിച്ചു. അവൻ രാത്രിയിൽ ആ സമയത്തു തന്നെ അവരെ കൂട്ടിക്കൊണ്ടുപോയി അവരുടെ മുറിവുകൾ കഴുകി അവനും തനിക്കുള്ളവരെല്ലാവരും താമസം കൂടാതെ സ്നാനമേറ്റു. ഹല്ലേലൂയ. അവരെ അടിച്ച മുറിവുകൾ, ആ രക്തം ഒലിക്കുന്നത്, ഇതെല്ലാം അവർ തന്നെ കാരാഗൃഹ പ്രമാണികൾ കഴുകി വെടിപ്പാക്കി അവരെല്ലാം യേശുവിൻ്റെ സുവിശേഷ വചനം കേട്ട് അവരെല്ലാം വെള്ളത്താൽ സ്നാനപ്പെട്ട് അവരെല്ലാം യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചു. രക്ഷാമാർഗത്തിൻ്റെ വഴിയെന്ന് പറഞ്ഞാൽ യേശു മാത്രമേ ഉള്ളൂ എന്ന് പ്രസംഗത്തിലൂടെ, ആ വാക്കിലൂടെ കേട്ട് അവരും അവരുടെ കുടുംബം രക്ഷ പ്രാപിച്ചെങ്കിൽ ഇനി വചനം കേൾക്കുന്ന ഓരോ ദൈവമക്കളും കേൾക്കണം. വിശ്വാസത്തോടുകൂടെ നിങ്ങൾ പറയണം, യേശു എൻ്റെ രക്ഷകനാണ്. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിലും മനുഷ്യരുടെ ഇടയിലും ഒരേ ഒരു നാമം മാത്രമേ ഉള്ളൂ. ആ നാമത്തിൻ്റെ പേരാണ് യേശു എന്ന നാമം. സകല നാമത്തിനും മേലായ നാമം, അത്യുന്നതൻ്റെ നാമം, സർവ്വതും സൃഷ്ടിച്ച നാമം, ആകാശത്തെയും ഭൂമിയും സർവ്വതും ഉളവാക്കിയ നാമം. ആ നാമത്തിൽ വിശ്വസിക്കുവാണെങ്കിൽ തീർച്ചയായും വിശ്വസിക്കുന്ന മക്കളും അവരുടെ കുടുംബം രക്ഷ പ്രാപിച്ചിരിക്കും. ഇതാണ് ഈ കാരാഗൃഹ പ്രമാണിക്ക് മാനസാന്തരത്തിലേക്ക് വരുവാൻ കാരണമായത്. വരുവാനൊരു നിമിത്തമായിരുന്നു ശീലാസും പൗലോസും, അല്ലേ? അപ്പോൾ നമ്മൾ ചിന്തിക്കണം, യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് അവൻ്റെ വേദപുസ്തകം എടുത്ത്, അവൻ്റെ ഈ സത്യവേദ പുസ്തകം എടുത്ത് നടന്ന ഒരു കുടുംബവും ഇന്ന് വരെ നശിച്ചു പോയിട്ടില്ല. മനുഷ്യന്മാരെല്ലാം അവരുടെ നാശങ്ങൾ കാണാൻ നോക്കുമ്പോൾ ദൈവം ഈ വേദപുസ്തകം എടുത്തവരെ വെച്ചടി ഓരോ സ്റ്റെപ്പായിട്ട് ദൈവം ഉയർത്തിയത് മാത്രമേ ഉള്ളൂ. ഈ പുസ്തകത്തിലുള്ള വചനമാണ് ദൈവം. ഈ വചനമാണ് നമ്മളോട് സംസാരിക്കുന്നത്. ഈ വചനം കേൾക്കുമ്പോഴാണ് നമ്മൾ മാനസാന്തരത്തിലേക്ക് കടന്നു വരുന്നത്. ഈ കാരാഗൃഹ പ്രമാണി ഈ വചനം കേട്ടപ്പോൾ മാനസാന്തരത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ കർത്താവായ യേശുവിൽ വിശ്വസിക്കുവാണെങ്കിൽ തീർച്ചയായും നീയും നിൻ്റെ കുടുംബം രക്ഷ പ്രാപിക്കുമെന്ന് പറഞ്ഞ് ഈ വചനത്തിലൂടെയായിരുന്നു. ആ കാരാഗൃഹ പ്രമാണി രക്ഷപ്പെട്ടതുപോലെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ആഗ്രഹമാണെങ്കിൽ യേശു ക്രിസ്തുവിലേക്ക് മടങ്ങി വരിക. യേശു ക്രിസ്തു ഒരു രക്ഷകനാണ്. യേശു ക്രിസ്തു ഒരു വെളിച്ചമാണ്. യേശു ക്രിസ്തു ഒരു സ്നേഹമാണ്. ആ സ്നേഹത്തിൽ നാം വേരൂന്നി വളരുമ്പോൾ ആ കർത്താവിൻ്റെ യഥാർത്ഥ സ്വരൂപം നമ്മുടെ കണ്ണുകൊണ്ട് കാണാനും നമ്മുടെ ചെവി കൊണ്ട് കേൾക്കാനിടവരും. ഇവിടെ ശീലാസും പൗലോസും മാത്രമാണ് പാട്ടുപാടി കരങ്ങളടിച്ച് അർദ്ധരാത്രി ദൈവത്തെ പുകഴ്ത്തിയത്. ഇവർ മൂലം കാരാഗൃഹത്തിൽ കിടക്കുന്ന അടിമത്തിൽ കിടക്കുന്ന സകല മനുഷ്യരും ഇവർ രണ്ടുപേരും പാടി മഹത്വപ്പെടുത്തിയപ്പോൾ ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങി വാതിലുകൾ തുറന്ന് അവരുടെ ചങ്ങലകൾ പൊട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മൂലം ഒരു ദേശത്തിൻ്റെ ചങ്ങലകൾ പൊട്ടും. നിങ്ങൾ മൂലം ഇരുട്ടിൽ കിടക്കുന്ന മക്കളെ, അനേക കരങ്ങളിൽ കെട്ടിവെച്ച ചങ്ങലകളെ പൊട്ടിക്കുവാൻ ദൈവം നിങ്ങളെയാണ് ഇനി ഉപയോഗിക്കാൻ പോകുന്നത്. വിശ്വസിച്ച് നിങ്ങൾ ദൈവത്തിൻ്റെ അടുക്കൽ വരണം. ആ രക്ഷയുടെ മാർഗം, ആ മാർഗം എന്താണെന്ന് തിരിച്ചറിയണം. വേദപുസ്തകം വായിക്കണം. ഹല്ലേലൂയ. ഇത്ര നല്ലൊരു ദൈവത്തെ സ്നേഹിക്കാൻ നമ്മൾ എന്തിനാണ് മടി കൂടുന്നത്? ഒന്നും കൊടുക്കണ്ട, ഹൃദയം മാത്രം അങ്ങ് തുറന്നു കൊടുക്കുവാണെങ്കിൽ ഈ ഹൃദയത്തിൽ അങ്ങ് നമ്മുടെ കർത്താവ് വാഴും. തുറന്നാൽ മാത്രം ഈ അകത്ത് വരത്തുള്ളൂ. വിളിക്കാതെ ഒരിക്കലും കർത്താവ് വരത്തില്ല. നിന്റെ വായി കൊണ്ട് യേശുവേ ഒന്ന് വിളിച്ചാൽ ആ വിളി കേട്ട് ഉടനെ നിൻ്റെ ഹൃദയത്തിൽ വരും. ഹല്ലേലൂയ. ഇതാണ് ഞാൻ നിങ്ങൾ ഇന്ന് വിശ്വസിക്കേണ്ടത്. കണ്ണുകളടയ്ക്കാം, ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഹബാ പിതാവേ, ഈ കേട്ട വചനം മൂലം എല്ലാ ദൈവമക്കളും അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവായ യേശുവിൽ രക്ഷ പ്രാപിക്കുവാൻ ഇനിയും അനേക ജനങ്ങൾ ഈ ഭൂമിയിലുണ്ടല്ലോ കർത്താവേ. അപ്പാ, രക്ഷ പ്രാപിക്കുവാൻ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് പൗലോസിനോടും ശീലാസിനോടും കാരാഗൃഹ പ്രമാണികൾ ചോദിച്ചപ്പോൾ പറഞ്ഞു,
നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കണമെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, അവിടുത്തെ വചനത്തിൽ വിശ്വസിക്കുക. അവിടുത്തെ വചനം കേട്ടപ്പോഴായിരുന്നു കർത്താവെ അവർ മാനസാന്തരത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. നാഥ, അനേക ജനങ്ങൾ ഇനിയും മാനസാന്തരത്തിലേക്ക് കടന്നു വരുവാനുണ്ടപ്പ. അവരുടെ ഹൃദയവാതിൽ അങ്ങ് തുറക്കണമേ കർത്താവെ. അവരുടെ ആത്മകണ്ണുകളൊന്ന് തുറന്നു കൊടുക്കണമേ കർത്താവെ. എല്ലാവരും യേശുവാകുന്ന രക്ഷയിലേക്ക് കടന്നു വന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. അനേക മക്കളെ പിശാചി കെട്ടിവെച്ച ചങ്ങലകളുണ്ട് കർത്താവെ. യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ശീലാസും പൗലോസും ഒരു അടിമ പെൺകുട്ടിയുടെ ഭൂതത്തെ വിടിവിച്ചതുപോലെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചങ്ങലകൾ പൊട്ടിപ്പോകട്ടെ കർത്താവെ. അനേക മക്കളെ ദുഷ്ടശക്തികൾ കെട്ടിവെച്ചിരിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇവിടെ കെട്ടുകൾ ഇന്ന് പൊട്ടുന്ന ദിവസമായി തീരട്ടെ കർത്താവെ. ഈ വചനം ശ്രദ്ധിച്ച എല്ലാ മക്കളും യേശു ക്രിസ്തുവിൽ രക്ഷ പ്രാപിക്കുന്ന മക്കളായി തീരട്ടപ്പ. കാരാഗൃഹ പ്രമാണി മാനസാന്തരപ്പെട്ടതുപോലെ ദൈവത്തിൻ്റെ ജനങ്ങൾ മാനസാന്തരപ്പെട്ട് കർത്താവായ യേശു രക്ഷകനെന്ന് വായു തുറന്ന് പറയുവാൻ അവിടുന്ന് ഇടവരുത്തിയതിനായി നന്ദി പറയുന്നപ്പ. ഹല്ലേലൂയ. മഹത്വം അങ്ങെടുക്കണമേ യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. നന്ദി.